ദുബായിൽ നിന്നും ജമാലുദ്ദീൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിലൂടെയൊക്കെ പോകാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ പ്രവാസി ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആശങ്കയുള്ളത് ഗൾഫ് നാടിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികൾക്ക് തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് അദ്ദേഹത്തിലേക്ക് കൂടി പോകാം. ജമാലുദ്ദീൻ, ഗുഡ് മോർണിംഗ്. നോക്കൂ, പ്രവാസികളെ സംബന്ധിച്ച് വളരെ വലിയ തരത്തിലുള്ളൊരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. കാരണം നമുക്കറിയാം, അവർ തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വരുമ്പോൾ സുരക്ഷിതമായ ഒരു ജീവിതം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ അവരുടെ തന്നെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗവും കൂടി നൽകി വിശ്വാസ്യതയോടുകൂടി സർക്കാരിലേക്ക് അവർ എത്തിച്ച ഒന്നാണ് ഈ പ്രവാസി ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം വെള്ളത്തിൽ വരച്ച വരയായി തീരുന്നു. വീണ്ടും കാര്യങ്ങൾ പഴയതുപോലാകുന്നു. തിരിച്ചു വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ചൊരു വ്യക്തതയില്ലാതെ വരുന്നു. ആ ഒരു ആശങ്ക ഈ ഗൾഫ് നാടുകളിൽ ഉള്ളവർക്ക് വളരെ വലിയ തോതിലുണ്ട്, അല്ലേ? ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആശങ്കയുണ്ട് പ്രവാസികൾക്ക്. കാരണം നാട്ടിൽ ഈ ഏറെക്കാലം ഗൾഫ് രാജ്യങ്ങളിൽ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ ഒന്ന് സന്തോഷത്തോടെ അല്ലെങ്കിൽ സമാധാനമായി ജീവിക്കാം, സുരക്ഷിതമായ ഒരു സമ്പാദ്യം മാറ്റിവെക്കാം എന്ന് കരുതി നിരവധി ആളുകളാണ് ഈ പെൻഷൻ പദ്ധതിയിലൊക്കെ തന്നെ ചേർന്നിരുന്നത്. ഈ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഇത് വളരെ കാര്യക്ഷമമായി നടപ്പാക്കിയ പദ്ധതിയാണത്. ഒരു പരാതിക്കും ഇട കൊടുക്കാതെ പ്രവാസി ക്ഷേമനിധിയുടെ ബോർഡിന്റെ നേതൃത്വത്തിൽ വളരെ കാര്യക്ഷമമായി നടപ്പാക്കിയിരുന്ന പദ്ധതിയാണ് ഇപ്പോൾ അവതാളത്തിലായിരിക്കുന്നത്. ഈ സിന്ധൂർ സൂചിപ്പിച്ചതുകൊണ്ട് തങ്ങളുടെ തന്നെ സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം നൽകിയാണ് ഈ പ്രവാസികളൊക്കെ തന്നെ ഈ പെൻഷൻ പദ്ധതിയിൽ ചേരുന്നത്. പക്ഷേ ഈ പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട എല്ലാ പദ്ധതികളും എല്ലാ നടപടികളും അവതാളത്തിലായതുപോലെ തന്നെ ഇപ്പോൾ പ്രവാസി പെൻഷനും അവതാളത്തിലായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ ഇടതുപക്ഷ സർക്കാർ പ്രവാസികളെ വളരെ കരുതലോടെ ചേർത്ത് പിടിച്ചിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഈ പെൻഷൻ പദ്ധതി മാത്രമല്ല, എല്ലാ പദ്ധതികളും കൃത്യമായി നടപ്പാക്കിയും നോർക്കയുടെ വളരെ കാര്യക്ഷമമായും പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ നോർക്കയുടെ തന്നെ ഹെൽത്ത് കെയർ പദ്ധതികൾ, പ്രവാസി ഇൻഷുറൻസ് പദ്ധതി, ഇതൊക്കെ തന്നെ വളരെ കാര്യക്ഷമമായി നടക്കുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം അവതാളത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് പ്രവാസി മലയാളികളെ വളരെ ആശങ്കയിലാക്കുന്നുണ്ട്. കാരണം ഈ തങ്ങൾ നൽകിയ പണം ഇനി അത് വെള്ളത്തിലാകുമോ എന്നൊരു ആശങ്ക. മാത്രമല്ല, ഇനിയുള്ള കാലം പ്രവാസികൾക്ക് ക്ഷേമ പദ്ധതികൾ ഉണ്ടാകില്ലേ എന്നൊരു ആശങ്ക. ഇതൊക്കെ തന്നെ കൃത്യമായി പ്രവാസികളിൽ ഉണ്ട്. അതൊരു വലിയ ഒരു ചർച്ചയ്ക്ക് തന്നെ ഇടയായി മാറിയിട്ടുണ്ട്. ഏതായാലും ഈ പെൻഷൻ കഴിഞ്ഞ 3 മാസമായി ഒരു മുടങ്ങിയ സാഹചര്യം. പ്രവാസികൾ വലിയ ഭീതിയിലാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറെ കാലം ഗൾഫ് നാടുകളിൽ ജോലിയെടുത്ത് വളരെ സാധാരണ ജീവിതം നയിക്കുന്ന ആളുകളുണ്ട്. ഇവർ നാട്ടിലേക്ക് തിരിച്ചെത്തി 3000-3500 രൂപയാണ് ഇവർക്ക് പെൻഷനായി. 2 കാറ്റഗറിയിലാണ് ഈ പെൻഷൻ ലഭിക്കുക. നാട്ടിൽ തിരിച്ചെത്തി പദ്ധതിയിൽ ചേർന്നവർക്ക് 3000 രൂപയും, അതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുമ്പോൾ പെൻഷൻ പദ്ധതിയിൽ ചേർന്നവർക്ക് 3500 രൂപയും. ഇങ്ങനെ 2 കാറ്റഗറികളിലായാണ് ഈ പെൻഷൻ പദ്ധതി, ഈ പെൻഷൻ ലഭിക്കുക. ഇതെല്ലാം മുടങ്ങിയ ഒരു സാഹചര്യം. അത് പ്രവാസികൾക്ക് വലിയ ആശങ്കയുണ്ട്. ജമാൽ, നോക്കൂ, ഇവരുൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു നിഷ്ക്രിയ മനോഭാവം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. സിന്ധൂരി, ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രവാസി പെൻഷൻ ബോർഡ് തന്നെ നിലവിലില്ലാത്ത ഒരു സാഹചര്യമാണ്. കാരണം കഴിഞ്ഞ ഈ പുതിയ സർക്കാർ അധികാരത്തിന് വന്നതിന് ശേഷം ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന പില്ലീസ് ചെയർമാനായ പ്രവാസി ക്ഷേമനിധി ബോർഡ് അത് രാജിവെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു നിയമനം അല്ലെങ്കിൽ ഈ പെൻഷൻ ബോർഡ് ഈ പ്രവാസി ക്ഷേമനിധി പുനഃസംഘടിപ്പിക്കാൻ പോലും സർക്കാർ തയ്യാറായില്ല. പ്രവാസി ക്ഷേമം വാക്കുകളിൽ മാത്രമാണ് ഒതുങ്ങുന്നത്. നോക്കൂ, ഏതാണ്ട് 35 ലക്ഷത്തോളം പ്രവാസികൾ ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമുണ്ട്. അവരെ ആശ്രയിച്ചു കഴിയുന്ന ഏതാണ്ട് 1.5 കോടിയോളം ആളുകൾ കേരളത്തിൽ മാത്രമുണ്ട്. ഇവരെയൊക്കെ സംരക്ഷിക്കുക എന്നത് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ എന്നാണ് പ്രവാസികൾ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രവാസികളോട് മാത്രം ഇങ്ങനെ ഒരു അവഗണന എന്നാണ് ഇപ്പോൾ പ്രവാസ ലോകത്തുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത്. ശരി, വ്യക്തമാണ് ജമാൽ.